ഗുഡ് മോർണിംഗ്. നമുക്ക് കഴിഞ്ഞ ദിവസം കുറച്ച് സർക്കിൾസിലെ ലാസ്റ്റ് പാർട്ടിലേക്ക് നമ്മളെത്തി. അപ്പോൾ ഇവിടെ അടുത്ത് നിങ്ങൾക്ക് കുറച്ച് കൺസ്ട്രക്ഷനാണ്. ആ കൺസ്ട്രക്ഷൻ നമുക്ക് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ 9ൽ പഠിച്ച 9ാം സ്റ്റാൻഡേർഡിലെ ഒരു കൺസ്ട്രക്ഷൻ, അതായത് സർക്കിളിൻ്റെ കൺസ്ട്രക്ഷൻ നമുക്കൊന്ന് ഓർമ്മ പുതുക്കാം. എങ്ങനെയാണ് സർക്കിൾ വരയ്ക്കുന്നത്? സൈഡ്സിന് എന്ത് ചെയ്തു? പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. രണ്ട് സൈഡുകൾക്ക് ഒരു സൈഡിന് ഞാൻ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. ഇതേപോലെ അടുത്ത ഒരു സൈഡിനും കൂടി പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. അതിനുശേഷം ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് സെൻറ്റർ ആക്കിക്കൊണ്ട് ഏതെങ്കിലും ഒരു വെർട്ടെക്സിലേക്കുള്ള ഡിസ്റ്റൻസ് റേഡിയസ് ആക്കിക്കൊണ്ട് എന്ത് ചെയ്യുക? സർക്കിള് വരയ്ക്കുക. അപ്പം നമുക്ക് സർക്കിള് കിട്ടുന്നതായിരിക്കും. അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചത്. അപ്പോൾ അത് ജസ്റ്റ് ഞാൻ ഓർമ്മിപ്പിച്ചെന്നുള്ളതേ ഉള്ളൂ. എന്താണ് ഈക്വലാറ്റർ? നമ്മുടെ ഏതൊരു ട്രയാങ്കിളിനും സർക്കിൾ വരയ്ക്കാൻ അതിൻ്റെ ഏതെങ്കിലും രണ്ട് സൈഡുകൾക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് സെൻറ്റർ ആക്കിക്കൊണ്ട് ഏതെങ്കിലും ഒരു വെർട്ടെക്സിലേക്കുള്ള ഡിസ്റ്റൻസ് റേഡിയസ് ആക്കിക്കൊണ്ട് സർക്കിൾ വരയ്ക്കുക. ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി. ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 15 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 15 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഡ്രോ അനദർ റെക്റ്റാങ്കിൾ വിത്ത് ഏരിയ 15 സെൻറ്റിമീറ്റർ സ്ക്വയർ ആൻഡ് വൺ സൈഡ് 7 സെൻറ്റിമീറ്റർ. നമ്മളോട് ഇവിടെ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 15 സെൻറ്റിമീറ്റർ സ്ക്വയറിനെ പറഞ്ഞിട്ടുള്ളൂ. ആ റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സ് എത്രയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പം 15 വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാം എന്തൊക്കെയായിരിക്കണം സൈഡ്സ്. 1ഉം 15ഉം ആകാം, 3ഉം 5ഉം ആകാം, 2ഉം 7.5 ആകാം. അങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ മെഷേഴ്സ് പറ്റും. അപ്പം നമ്മൾ ഈ ഡെസിമൽ വരുന്ന ഒഴിവാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ രീതി നമുക്ക് 15 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള റെക്റ്റാങ്കിൾ വരയ്ക്കാം. അപ്പം ഞാനിവിടെ ലെങ്ത് 5ഉം ബ്രെഡ്ത്ത് 3ഉമുള്ള ഒരു റെക്റ്റാങ്കിൾ വരച്ചു. നമ്മളോട് പറഞ്ഞേക്കുന്നത് മറ്റൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുക, അതിൻ്റെയും ഏരിയ എത്രയാ? 15 തന്നെ വരണം, പക്ഷെ ഒരു സൈഡ് 7 ആയിരിക്കണം. അപ്പം നമ്മൾക്കിവിടെ അറിയാം 15 എന്ന് പറഞ്ഞാൽ 5 × 3. അതേ 5 × 3 വരണം 7ൻ്റെ കൂടെ മറ്റൊരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. അപ്പം ഇവിടെ വരുന്ന നമ്പർ നമുക്കറിയത്തില്ല, നമ്മളത് എക്സ് എന്ന് എടുത്തു. ഇത് നമുക്ക് PA × PB = PC × PD എന്ന് നമ്മൾ പഠിച്ച ആ ഇക്വേഷൻ്റെ മോഡലാണല്ലോ. അപ്പോൾ അവിടെ നമുക്ക് PDയുടെ ലെങ്ത് കൂടെ കിട്ടിയാൽ അത് വെച്ചിട്ട് നമുക്ക് 15 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു സൈഡ് 7 സെൻറ്റിമീറ്ററായ റെക്റ്റാങ്കിൾ വരയ്ക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാം, ഇവിടെ P, A, B, C, D. ഇവിടെ PA എന്ന് പറയുന്നത് 5, PB എന്ന് പറയുന്നത് 3, PC എന്ന് പറയുന്നത് ഇപ്പുറത്തോട്ട് വരച്ച് PC ഇത് ഇവിടെ കൊടുക്കുക, D ഇവിടെ കൊടുക്കുക, ചെറുതായിട്ട് വരയ്ക്കുന്നുണ്ട് 7. പിന്നെ PD നമുക്കറിയത്തില്ല, അതാണ് നമ്മുടെ എക്സ്. ഈ എക്സ് ലെങ്ത് കൂടെ കിട്ടിയാൽ അത് വെച്ചിട്ട് നമുക്ക് റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ആക്കാം. അപ്പം നമുക്ക് ഇതിനായിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ 5 × 3 വേണ്ടപ്പോൾ നമ്മൾ 5 + 3 8 സെൻറ്റിമീറ്റർ ലൈൻ ലെങ്തിൽ ഒരു ലൈൻ അങ്ങ് വരയ്ക്കുക. 5 + 3 8 സെൻറ്റിമീറ്റർ ലെങ്തിൽ ലൈൻ വരയ്ക്കുക. 5ൻ്റെ അവിടെ പോയിൻ്റ് മാർക്ക് ചെയ്യുക. ഇത് 5 സെൻറ്റിമീറ്റർ, ഇത് 3 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് അടുത്ത അളവുള്ളത് PC ആണ്, അത് 7 ആണ്. അത് നമുക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കണമെന്നൊന്നുമില്ല, എങ്ങോട്ട് വരച്ചാലും മതി.
പക്ഷേ റെക്റ്റാങ്കിൾ നമുക്ക് വരയ്ക്കാനുള്ള എളുപ്പത്തിന് റെക്റ്റാങ്കിളിൻ്റെ ഓരോ ആംഗിളും 90 ഡിഗ്രി ആയതുകൊണ്ട് അതിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നിന്നും താഴേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, താഴേക്കോ മുകളിലേക്കോ 7 സെൻറ്റിമീറ്റർ താഴേക്ക് എടുക്കുക. മനസ്സിലായോ? 7 സെൻറ്റിമീറ്റർ താഴേക്ക് എടുത്ത് 90 ഡിഗ്രി എടുത്ത് വേണം 7 സെൻറ്റിമീറ്റർ എടുക്കുക. ഇപ്പം നിങ്ങൾക്ക് നോക്കിക്കേ, ദാ ഇവിടെ നിങ്ങൾക്കൊരു ട്രയാങ്കിൾ കിട്ടിയില്ലേ? ജോയിൻ ചെയ്യുമ്പോൾ കിട്ടിയല്ലോ. ഇവിടെ നിങ്ങോട്ട് ഒരു സൈഡ് 8, ആ 8ൽ 5 കഴിഞ്ഞ് അവിടെ നിന്ന് പെർപെൻഡിക്കുലർ ഇങ്ങോട്ട് വരച്ച് 7, ആ പോയിന്റുകൾ വെർട്ടെക്സുകൾ ജോയിൻ ചെയ്ത് നമുക്ക് ട്രയാങ്കിൾ കിട്ടി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ട്രയാങ്കിളിന് നമ്മളിപ്പം നേരത്തെ പറഞ്ഞില്ലേ സർക്കം സർക്കിൾ വരയ്ക്കുന്നത്, ആ പറഞ്ഞ മെത്തേഡിൽ സർക്കം സർക്കിൾ വരയ്ക്കുക. അപ്പോൾ അതാ നോക്കിക്കേ, നമുക്ക് ഇങ്ങനെ സർക്കം സർക്കിൾ കിട്ടും. കണ്ടോ? സർക്കം സർക്കിൾ കിട്ടും. സർക്കം സർക്കിൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ലെങ്ത് എത്രയാണോ ആ ലെങ്ത് നമ്മൾ കോമ്പസിൽ അങ്ങോട്ട് എടുക്കുക. അതായിരിക്കും നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യേണ്ട റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത്. എക്സും എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് 90 ഡിഗ്രി നിങ്ങൾ കറക്റ്റ് 90 എടുക്കണേ. എടുത്ത് ഇവിടെ നിന്ന് വീണ്ടും 90 എടുക്കുമ്പോൾ നമുക്ക് റെക്റ്റാങ്കിൾ ഫോം ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, 5 + 3 8 സെൻറ്റിമീറ്ററിൽ ലൈൻ വരയ്ക്കുന്നു. 5 സെൻറ്റിമീറ്റർ മാറിയിട്ട് അവിടെ നിന്ന് 90 ഡിഗ്രി എടുക്കുന്നു. 90 ഡിഗ്രിയിൽ 7 സെൻറ്റിമീറ്റർ. എന്നിട്ട് നമ്മൾ ട്രയാങ്കിൾ, ആ വെർട്ടെക്സുകൾ ജോയിൻ ചെയ്ത് ട്രയാങ്കിൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നു. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഈ ട്രയാങ്കിളിന് സർക്കം സർക്കിൾ വരയ്ക്കുന്നു. സർക്കം സർക്കിൾ വരയ്ക്കുമ്പോൾ ആ സർക്കം സർക്കിൾ വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതാ ഇവിടെ വരുന്ന 7 സെൻറ്റിമീറ്റർ ഓപ്പോസിറ്റ് സൈഡിലോട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴാണ് ഈ സർക്കിളിനെ കട്ട് ചെയ്യും. ആ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ എക്സ് എന്ന് പറയും. 5 × 3 = 7 × x. PA × PB = PC × PD. അപ്പോൾ ആ PD നമുക്ക് കിട്ടി. ഇനി ആ ലെങ്ത് ഇങ്ങോട്ട് എടുത്ത് നമ്മൾ റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ചെയ്യും. അടുത്തത് ഡ്രോ എ ലൈൻ ഓഫ് ലെങ്ത് √15 സെൻറ്റിമീറ്റർ സ്ക്വയർ. ലൈൻ ഓഫ് ലെങ്ത് √15. ഡ്രോ എ ലൈൻ ഓഫ് ലെങ്ത് √15 സെൻറ്റിമീറ്റർ. നമുക്ക് അറിയാവുന്ന മറ്റൊരു ഇക്വേഷനാണ് PA × PB = PC സ്ക്വയർ ആണല്ലോ. അപ്പം നമ്മൾ അത് എവിടെ നിന്ന് ആ ഇക്വേഷനിലെത്തിയത്, ഒരു സെമി സർക്കിൾ വരച്ചു. AB ഡയമീറ്റർ ആക്കിക്കൊണ്ട് നമ്മളൊരു സെമി സർക്കിൾ വരച്ചു. ആ സെമി സർക്കിളിലെ ഒരു പോയിൻ്റാണ് P. ആ Pയിലൂടെ വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആ സെമി സർക്കിളിനെ കട്ട് ചെയ്യുന്ന പോയിൻ്റാണ് C. അങ്ങനെയാകുമ്പോൾ PA × PB = PC സ്ക്വയർ. നമ്മൾ നേരത്തെ ചെയ്തത്. അപ്പോൾ ഈ ലെങ്ത് ആണ് PC. നമ്മൾ PC എന്ന് പറയുന്നത് √15 എന്നെടുത്താൽ PC സ്ക്വയർ എന്ന് പറയുന്നത് 15 വരും. PC സ്ക്വയർ 15 വരുമ്പോൾ PA × PB = PC സ്ക്വയർ എന്ന നമ്മുടെ ഇക്വേഷൻ. അതായത് PAയും PBയുടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15 വരണം. ഏതൊക്കെ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15 വരും? 1ഉം 15ഉം ആകാം, 3ഉം 5ഉം ആകാം. അപ്പം നമുക്ക് എളുപ്പം 5ഉം 3ഉം എടുക്കുന്നതാണ്. 1ഉം 15ഉം ആകുമ്പോൾ തീരെ ഇങ്ങോട്ടേക്ക് നീങ്ങും. അപ്പോൾ ഈ ലെങ്ത് 5, ദിസ് ലെങ്ത് ഈസ് 3. അപ്പോൾ AB എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ എടുത്തിട്ട് അവിടെ 5 സെൻറ്റിമീറ്റർ മാറ്റി P എന്ന പോയിൻ്റ് മാർക്ക് ചെയ്യുക. ആ പോയിന്റിൽ 90 ഡിഗ്രി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 90 ഡിഗ്രി മുകളിലേക്ക് വരച്ചു വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ AB എന്ന ലൈൻ, നമുക്കിപ്പോൾ ഇവിടുത്തെ ലൈൻ 5 + 3 8 ആയതുകൊണ്ട് അതിൻ്റെ ഹാഫ് കാണുന്ന 4 നമുക്ക് സെൻറ്റർ കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. അതല്ലാത്ത ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ചെയ്യണം, ABക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ച് സെൻറ്റർ കണ്ടുപിടിക്കുക. സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് ആ സെൻറ്റർ കോമ്പസ് കുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, സെമി സർക്കിൾ വരയ്ക്കുക. ഏത് റേഡിയസിൽ? ABയുടെ ഹാഫ് റേഡിയസിൽ നമ്മൾ സെമി സർക്കിൾ വരയ്ക്കുക.
ആ സെമി സർക്കിളിൽ ഈ പെർപെൻഡിക്കുലർ എവിടെ കട്ട് ചെയ്യുന്നോ ആ പോയിൻ്റാണ് സി. അപ്പോൾ പി സി സ്ക്വയർ ആണ് 15. അപ്പോൾ പി സി എന്ന് പറയുന്നത് √15 സെൻറ്റിമീറ്റർ. അപ്പം നമ്മൾ √15 സെൻറ്റിമീറ്റർ ഉള്ള ലൈൻ വരച്ചല്ലോ. അടുത്തത് ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ടെക്സ്റ്റിലെ ക്വസ്റ്റ്യനിൽ പേജ് 67 സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് വിഡ്ത്ത് 5 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ വിഡ്ത്ത് 5 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 3 സെൻറ്റിമീറ്റർ ഉള്ള ഒരു റെക്റ്റാങ്കിൾ നമ്മൾ വരച്ചു. നമ്മളോട് പറഞ്ഞേക്കുന്നത് ഇതേ ഏരിയ ഉള്ള മറ്റൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുക, അതിൻ്റെ വിഡ്ത്ത് 6 സെൻറ്റിമീറ്റർ ആയിരിക്കണം. നമ്മളിപ്പം തന്നെ ചെയ്തു. എന്താണ്? 5ഉം 3ഉം 15 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ളതും ഒരു സൈഡ് 6 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒരു റെക്റ്റാങ്കിൾ നമ്മളിപ്പോൾ വരച്ചതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സൈഡ് 7 സെൻറ്റിമീറ്റർ, ആ 7ന് പകരം 6 വരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? എ ബി എന്ന ലൈൻ എത്ര ലെങ്തിൽ? 5 + 3 8 സെൻറ്റിമീറ്ററിൽ വരയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് 5 സെൻറ്റിമീറ്റർ മാറ്റി നമ്മൾ പി എന്ന പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ആ പോയിന്റിൽ നിന്നും പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. എത്ര ലെങ്തിൽ? 6 സെൻറ്റിമീറ്ററിൽ പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. അപ്പം എ ബി ഇവിടെ സി എന്ന പോയിൻ്റായിട്ട് മാർക്ക് ചെയ്യുന്നു. ഈ ട്രയാങ്കിൾ എ ബി സിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? സർക്കം സർക്കിൾ വരയ്ക്കുന്നു. സർക്കം സർക്കിൾ വരച്ചു കഴിഞ്ഞിട്ട് ഈ പി സി എന്ന ലൈൻ ഓപ്പോസിറ്റ് സൈഡിൽ എവിടെയാണോ സർക്കിളിനെ കട്ട് ചെയ്യുന്നത് ആ പോയിൻ്റാണ് ഡി. ആ പോയിന്റിലെ ലെങ്ത് എത്രയോ ആ ലെങ്ത് ആയിരിക്കും നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ വിഡ്ത്ത് എന്ന് പറയും. അപ്പോൾ ഈ ലെങ്ത് ഇത്രയും ഡിസ്റ്റൻസ് കോമ്പസിലെടുത്ത് പി സെൻറ്റർ ആക്കിക്കൊണ്ട് ഇതേ കട്ട് ചെയ്യുമ്പോൾ ക്യൂ എന്ന പോയിന്റ് കിട്ടുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് 90 എടുത്ത് ഇവിടെ നിന്ന് 6 എടുത്താലും മതി. എടുത്ത് നമുക്ക് എന്ത് ചെയ്യുക? PQRC എന്ന് പറയുന്നത് നമ്മുടെ റെക്റ്റാങ്കിൾ, അതാണ് നമുക്ക് ആവശ്യമുള്ളത്. അത് നമുക്ക് ലഭിച്ചു. ഇനി ഇതേ ഏരിയ ഉള്ള ഒരു സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. √15 സൈഡോട് കൂടിയ ഒരു സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യണം അല്ലേ? 15 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ വരണമെങ്കിൽ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ √15 ആയിരിക്കണം. അപ്പം നമ്മൾ ആദ്യം √15 ലെങ്ത് ഉള്ള ഒരു ലൈൻ വരച്ചു. എങ്ങനെയായിരുന്നു? 5 + 3 8 സെൻറ്റിമീറ്ററിൽ എ ബി എന്ന ലൈൻ വരച്ചു. അതിൽ 5 സെൻറ്റിമീറ്റർ മാറ്റി പി എന്ന പോയിന്റ് മാർക്ക് ചെയ്തു. അതിനുശേഷം എ ബിയുടെ ഹാഫ് എടുത്ത് ഈ എ ബിയുടെ മിഡ് പോയിന്റ് സെൻറ്റർ ആക്കിക്കൊണ്ട് നമ്മൾ സെമി സർക്കിൾ വരച്ചു. സെമി സർക്കിൾ വരച്ചിട്ട് പി കൂടി പെർപെൻഡിക്കുലർ വരച്ച് ഈ സെമി സർക്കിളിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് സി എന്ന് മാർക്ക് ചെയ്തു. അതിനുശേഷം ഈ പി സി എന്ന ലൈൻ ലെങ്ത് ആണ് √15 സെൻറ്റിമീറ്റർ. എന്നിട്ട് പി ബി എന്ന ലെങ്ത് റൈറ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ആ √15 ലെങ്ത് നമ്മൾ ഇവിടെ നിന്ന് എടുത്ത് ആർക്ക് വരയ്ക്കുന്നു. പി ക്യു കിട്ടി. അതിനുശേഷം ഇവിടെ 90 ഡിഗ്രി എടുത്ത് QR, അതും √15 നമുക്ക് കോമ്പസിൽ എടുത്ത് മാർക്ക് ചെയ്ത് ആ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുക. ഒരു പ്രശ്നം, നിങ്ങൾ 90 ഡിഗ്രി പ്രൊട്ടാക്ടർ വെച്ച് പലപ്പോഴും എടുക്കാത്തത് കൊണ്ട് ഈ സ്ക്വയറും റെക്റ്റാങ്കിളും ഒന്നും കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വരയ്ക്കാൻ അറിയാമെങ്കിലും ഫുൾ മാർക്ക് കിട്ടാതെ പോകും. അതുകൊണ്ട് നന്നായിട്ട് പ്രൊട്ടാക്ടർ വെച്ച് 90 ഡിഗ്രി എടുത്ത് വേണം വരയ്ക്കാൻ. ഈ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ മറ്റൊരു രീതിയിൽ പറഞ്ഞേക്കുന്നതാണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് തന്നെയാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 5 സ്ക്വയർ സെൻറ്റിമീറ്റർ ഇൻ 3 ഡിഫറെൻറ്റ് വേസ്. അപ്പോൾ 5 സ്ക്വയർ സെൻറ്റിമീറ്റർ വരണമെങ്കിൽ ഒരു സൈഡ് എന്ന് പറയുന്നത് √5 ആയിരിക്കണം. √5നെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? √5ൻ്റെ സ്ക്വയർ അതല്ലേ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ 1 × 5 എന്ന് എഴുതാം 5നെ. അതേപോലെ 3 സ്ക്വയർ - 2 സ്ക്വയർ എന്ന് പറയുന്നതും 5 ആണ്. 1 സ്ക്വയർ + 2 സ്ക്വയർ എന്ന് പറയുന്നതും 5 ആണ്.
ഇവിടെ ക്വസ്റ്റിനകത്ത് റീകോൾ പൈതഗോറസ് തിയറം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു മെത്തേഡ് നമ്മൾ ഇപ്പോൾ പഠിച്ചതും മറ്റ് 2 മെത്തേഡ് നമ്മൾ 9ാം ക്ലാസ്സിൽ റൂട്ട് 2 റൂട്ട് 3 കൺസ്ട്രക്ഷനിൽ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ റൂട്ട് 5 വരയ്ക്കാൻ 5 + 1. അപ്പോൾ 5 വരണമെങ്കിൽ 5 = 5നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 1 × 5. അപ്പോൾ നമ്മൾ 5 + 1 6 സെൻറ്റിമീറ്റർ ലെങ്തിൽ AB വരയ്ക്കുന്നു. എന്നിട്ട് ABയുടെ മിഡ് പോയിൻ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ആ മിഡ് പോയിൻ്റ് സെൻറ്റർ ആക്കിക്കൊണ്ട് ABയുടെ ഹാഫ് റേഡിയസ് വരുന്ന സെമി സർക്കിൾ വരയ്ക്കുന്നു. അതിനുശേഷം ഈ P എന്ന പോയിന്റിൽ നിന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. അത് റൂട്ട് 15 വരും, റൂട്ട് 5 വരും. റൂട്ട് 5 കിട്ടിക്കഴിഞ്ഞാൽ ആ റൂട്ട് 5 എടുത്ത് നമ്മൾ സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, നമുക്ക് റൂട്ട് 15 സൈഡുള്ളത് വരച്ചതുപോലെ തന്നെ റൂട്ട് 5 ഉള്ളത് നമ്മൾ വരച്ച് സ്ക്വയർ കംപ്ലീറ്റ് ആക്കുന്നു. നമ്മളിപ്പോൾ പഠിച്ച മെത്തേഡ് ഇനി അടുത്തതാണ് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചത്. അതായത് പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറത്തിൽ എന്താ പറയുന്നത്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ = ബേസ് സ്ക്വയർ + ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയറിൽ നിന്നും ബേസ് സ്ക്വയർ കുറയ്ക്കുമ്പോൾ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ കിട്ടും. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 3 ആകുമ്പോൾ 3² - 2² ദാറ്റ് ഈസ് 9 - 4 ദാറ്റ് ഈസ് = 5. 5 എന്ന് പറയുന്നത് റൂട്ട് 5ൻ്റെ സ്ക്വയർ. നമ്മൾ 2 സെൻറ്റിമീറ്റർ ലെങ്തിൽ ഒരു ലൈൻ വരയ്ക്കുക. അതിൻ്റെ എൻ പോയിന്റിൽ നമ്മൾ 90 ഡിഗ്രി മുകളിലേക്ക് എടുക്കുന്നു. അപ്പോൾ ആദ്യം 2 സെൻറ്റിമീറ്റർ ലെങ്ത് ലൈൻ വരയ്ക്കുക. അതിനുശേഷം ഈ പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, 90 ഡിഗ്രി മെഷർ ചെയ്യുന്നു. അതിനുശേഷം കോമ്പസിൽ നമ്മൾ 3 സെൻറ്റിമീറ്റർ മെഷർമെൻ്റ് എടുത്ത് ഇതാ ഈ പോയിൻ്റ്, ഈ P എന്ന പോയിൻ്റ് സെൻറ്റർ ആക്കിക്കൊണ്ട് ആർക്ക് വരച്ച് ഈ പെർപെൻഡിക്കുലറെ കട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് ലെങ്ത് എടുത്തത് 3 സെൻറ്റിമീറ്റർ, ഇത് 2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ ഹൈപ്പോട്ടന്യൂസ് 3 സെൻറ്റിമീറ്ററും ബേസ് 2 സെൻറ്റിമീറ്ററുമായിട്ടുള്ള ഒരു റൈറ്റ് ട്രയാങ്കിളാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് എത്ര വരും? റൂട്ട് 5. അപ്പം നമുക്ക് വേണ്ട സ്ക്വയറിൻ്റെ സൈഡ് ആയല്ലോ. അപ്പോൾ ഈ സൈഡ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. എന്നിട്ട് ഈ റൂട്ട് 5 എന്നുള്ളത് കോമ്പസിലെടുത്ത് ഇവിടെ സെൻറ്റർ ആക്കിക്കൊണ്ട് ആർക്ക് വരയ്ക്കുമ്പോൾ അടുത്ത വെർട്ടെക്സ്. അപ്പം നമുക്ക് 3 വെർട്ടെക്സ് ആയി. 4ാമത്തെ വെർട്ടെക്സ് കാണാൻ ഇവിടെ 90 ഡിഗ്രി എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി, ഇവിടെ നിന്ന് പെർപെൻഡിക്കുലർ വരച്ച് അതേ റൂട്ട് 5 എടുത്ത് കട്ട് ചെയ്യുക. അപ്പം D എന്ന പോയിന്റ് കിട്ടും. ഇനി അടുത്തത് 1² + 2² ദാറ്റ് ഈസ് = 1 + 4 ദാറ്റ് ഈസ് = 5 ദാറ്റ് ഈസ് റൂട്ട് 5ൻ്റെ സ്ക്വയർ. അപ്പോൾ ഇവിടെ പ്ലസ് വന്നേക്കുന്നതുകൊണ്ട് ഹൈപ്പോട്ടന്യൂസ് ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ബേസ് സ്ക്വയർ + ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ = ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. ബേസ് 2, ഓൾട്ടിറ്റ്യൂഡ് 1. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് എത്രയാണ്? 5, റൂട്ട് 5. ഹൈപ്പോട്ടന്യൂസ് റൂട്ട് 5. അപ്പോൾ നമുക്ക് ആ റൂട്ട് 5 ലെങ്ത് കിട്ടിയല്ലോ. ഇനിയും എവിടെയാണ് തെറ്റിക്കുന്നത്? നിങ്ങൾ ഇവിടെ 90 ഡിഗ്രി മെഷർമെൻ്റ് എടുത്തേ ചെയ്യാവൂ, അല്ല എങ്കിൽ ഇത് ചരിഞ്ഞിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് തെറ്റും. ഇവിടെ കോമ്പസിൽ പ്രൊട്ടാക്ടറിൽ 90 ഡിഗ്രി എടുത്ത് ഈ റൂട്ട് 5 എന്ന് പറയുന്നത് മെഷർമെൻ്റ് എടുത്ത് ആർക്ക് വരച്ച് D എന്ന പോയിൻറ്റും ഇവിടെ 90 ഡിഗ്രി മെഷർമെൻ്റ് എടുത്ത് B സെൻറ്റർ ആക്കിക്കൊണ്ട് AB ലെങ്ത് എടുത്ത് Cയും മാർക്ക് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന സ്ക്വയറാണ് നമുക്ക് വേണ്ടത്. അടുത്തത് a line in the picture, a line through the center of the circle cuts a chord into 2 parts. സെൻറ്ററിൽ കൂടി പോകുന്ന ലൈൻ എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? ഡയമീറ്റർ ആയിരിക്കും. വാട്ട് ഈസ് ദി റേഡിയസ് ഓഫ് ദി സർക്കിൾ? നമുക്ക് റേഡിയസിന് 6 എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ കട്ട് ചെയ്യുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് 5 എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ഇതിനെ കട്ട് ചെയ്യുന്നത് 4 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്ററുമാണ്. അപ്പം ഞാനിവിടെ കട്ട് ചെയ്ത പോയിന്റ് P എന്നും ഈ 2 പോയിന്റ് എയും ബിയും ഇത് സിയും ഡിയും എടുക്കുന്നു. നമുക്കറിയാവുന്ന ഇക്വേഷൻ PA × PB = PC × PD. അപ്പോൾ PA എന്ന ഡിസ്റ്റൻസ് 4 ഉണ്ട്, PB എന്ന ഡിസ്റ്റൻസ് 6 ഉണ്ട്, PC എന്ന ഡിസ്റ്റൻസ് R + 5
പി ഡി എന്ന് പറഞ്ഞാൽ ഇവിടെ ടോട്ടൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. ആ റേഡിയസിൽ നിന്ന് 5 സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് ഇത്രയും ഡിസ്റ്റൻസ് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് 6, അതിൽ നിന്ന് 5 പോയി കഴിയുമ്പോൾ ബാക്കി r-5. അപ്പോൾ r+5 into r-5, that is a plus b into a minus b, that is a square minus b square, that is r square minus 25 is equal to 6 into 4, 24. അപ്പോൾ ഈ -25 ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ടുപോകുക. അപ്പോൾ r square is equal to 49. r square 49 ആകുമ്പോൾ r എത്രയായിരിക്കും? 7. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത് PA ഇൻറ്റു PB ഇസ് ഈക്വൽ ടു PC ഇൻറ്റു PD. ഇത് പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കുന്നതാണ് ഈ ക്വസ്റ്റ്യൻസ്. ഇത് ഒരു 3 പാർട്ടായിട്ടായിരിക്കും ചോദിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ അതിൻ്റെ പ്രൂഫ് ചോദിക്കും. സെക്കൻഡ് പാർട്ടിൽ അതിൽ PA ഇൻറ്റു PB ഇസ് ഈക്വൽ ടു PC സ്ക്വയർ പ്രൂവ് ചെയ്യാനോ വല്ലതും ചോദിക്കും. അതിൻ്റെ തേർഡ് പാർട്ടായിട്ട് ഈ പോർഷൻ ഉൾപ്പെടുന്ന ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. In the picture, a line through the center of a circle meets a chord of the circle. What is the length of the 2 pieces of the chord? അതായത് സെൻട്രിൽ കൂടിയുള്ള ലൈൻ, അതായത് ഡയമീറ്റർ ഒരു കോഡിനെ 2 പാർട്ടായിട്ട് കട്ട് ചെയ്യുന്നു. ആ കോഡിൻ്റെ ടോട്ടൽ ലെങ്ത് നമുക്കുണ്ട് 30. നമുക്ക് വേണ്ടത് ഇതിനെ എങ്ങനെയാണ് കട്ട് ചെയ്ത ഓരോ പീസിൻ്റെയും ലെങ്താണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഈ കോഡിൻ്റെ ലെങ്ത് AB എന്നും ഡയമീറ്റർ CD എന്നും എടുക്കുന്നു. നമുക്കിവിടെ റേഡിയസ് തന്നിട്ടുണ്ട്. റേഡിയസ് എത്രയാണ് തന്നേക്കുന്നത്? റേഡിയസ് 7 സെൻറ്റിമീറ്റർ തന്നേക്കുന്നത് അല്ലേ? റേഡിയസ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് 7 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ OD എന്ന ലെങ്ത് 7 സെൻറ്റിമീറ്റർ. ഇവിടെ നിന്ന് OP എന്ന് പറയുന്ന 3 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. അങ്ങനെ ആവുമ്പോൾ PC എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് 7 ആണ്. അതിൽ നിന്നും 3 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ബാക്കി പോർഷൻ 4 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ നമുക്ക് കട്ട് ചെയ്തേക്കുന്നത് PAയും PBയുടെ ലെങ്താണ് വേണ്ടത്. ടോട്ടൽ ABയുടെ ലെങ്ത് 13 ഉണ്ട്. ഞാൻ ആ PAയുടെ ലെങ്ത് X എന്ന് എടുത്താൽ PBയുടെ ലെങ്ത് എന്ന് പറയുന്നത് 13ൽ നിന്നും ഈ X സബ്ട്രാക്ട് ചെയ്യുന്നതാണ്. നമ്മുടെ ഇക്വേഷൻ ഏതാ? PA ഇൻറ്റു PB ഇസ് ഈക്വൽ ടു PC ഇൻറ്റു PD. PAയുടെ ലെങ്ത് X ഇൻറ്റു 13 മൈനസ് X ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു PDയുടെ ലെങ്ത് 10. 13x മൈനസ് X സ്ക്വയർ ഇസ് ഈക്വൽ ടു 40. ഇതെല്ലാം നമുക്ക് റൈറ്റ് സൈഡിൽ കൊണ്ടുപോകും. അപ്പോൾ എന്ത് വരും? X സ്ക്വയർ മൈനസ് 13x പ്ലസ് 40 ഇസ് ഈക്വൽ ടു 0. ഇതെന്ന് പറയുന്നത് ഓക്കെ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ്. അപ്പോൾ ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ വെച്ച് നിങ്ങൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉള്ള ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മറ്റൊരു രീതിയിൽ നിങ്ങൾ 8ൽ പഠിച്ച ഐഡൻറ്റിറ്റീസ് വെച്ചിട്ട് ചെയ്യാം. അതായത് എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 1 ആയതുകൊണ്ട് ഇതാ നോക്കിക്കേ, ഈ നമ്പർ ഇത് ഏതോ 2 നമ്പറുകളുടെ പ്രോഡക്റ്റാണ്. ആ നമ്പറുകളുടെ സം എന്ന് പറയുന്നത് -13 ആണ്. പ്രോഡക്റ്റ് പോസിറ്റീവും സം നെഗറ്റീവും. പ്രോഡക്റ്റ് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ 2 നമ്പറും ഒന്നുകിൽ പോസിറ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ 2 നമ്പറും ഒന്നുകിൽ നെഗറ്റീവ് ആയിരിക്കണം. ഇവിടെ സം നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം 2 പോസിറ്റീവ് കൂട്ടിയാൽ നെഗറ്റീവ് വരത്തില്ല. അപ്പോൾ 2 നമ്പറും നെഗറ്റീവാണ്. അപ്പോൾ 2 നമ്പേഴ്സിൻ്റെ സം 13ഉം പ്രോഡക്റ്റ് 40 വരുന്ന നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 8ഉം 5ഉം. അപ്പോൾ ഇവിടെ മൈനസ് വരുന്നതുകൊണ്ട് -8ഉം -5. അപ്പം നമുക്കതിനെ x-8 ഇൻറ്റു x-5 ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 8 എന്നും 5 എന്നും വരും. അപ്പോൾ ഇതിൽ ഒരു ലെങ്ത് 8 സെൻറ്റിമീറ്റർ ആകുമ്പോൾ മറ്റേ ലെങ്ത് 5 വരും. ടോട്ടൽ 13 വരുമല്ലോ. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ ഉള്ളത്. ഇതിനകത്തിൽ നമുക്ക് ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ആയി. നിങ്ങൾ ആ കൺസ്ട്രക്ഷൻ നോക്കിക്കോണം. കൺസ്ട്രക്ഷൻ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. പിന്നെ ഈ പ്രൂഫുകൾ ചോദിക്കാറുള്ളതാണ്. ഓക്കെ.